ഇതാണ് പ്രസിദ്ധമായ ഇരിങ്ങോൾ കാവ്. ഇരിങ്ങോൾ കാവ് എന്ന് വെച്ചാൽ 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇതൊരു 50-60 ഏക്കറോളം വരുന്നതാണ് പറയണത്. കാണുന്നത് മുഴുവൻ കാവാണ്. കാവെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു ടെമ്പിൾ ഉണ്ടാവും, അതിന് ചുറ്റുമുള്ളൊരു വനമായിരിക്കും. വനത്തിലുള്ള ഒരു ക്ഷേത്രത്തിന് വെച്ചൊരു കുളമുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ കോതമനം പോണ വഴിക്ക് കാണുന്നൊരു കാവാണ് ഇരിങ്ങോൾ കാവ്. പലതവണ ഞാൻ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഏതാണ്ട് ഇവിടെ തന്നെ ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. വരുന്ന വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും വരും. ഈ കാവിൽ പ്രേം നസീറിൻ്റെയും ഷീലയുടെയൊക്കെ പഴയ പടങ്ങളിലെ പഞ്ചവങ്കാടോ അങ്ങനെ പറഞ്ഞ് കാടൊക്കെ ആയിട്ട് കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളായിരുന്നാണ് പറഞ്ഞത്. ഇത് ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ദുർഗാദേവിയുടെ 3 ഫോമായിട്ടാണ് ദുർഗാദേവി ഉണ്ടെന്നാണ് പറയണത്. രാവിലെ സരസ്വതിയുടെ രൂപത്തിലും, ഉച്ചയ്ക്ക് വനദുർഗയുടെ രൂപത്തിലും, രാത്രി ഭദ്രകാളിയുടെ രൂപത്തിലും, അങ്ങനെ 3 രൂപത്തിലാണ് ദുർഗാദേവിയുടെ ഇവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കൊരു വനമാണ്. ഘോരവനം എന്നും പറയാൻ പറ്റുമെങ്കിലും നിബിഡമായ വനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പാമ്പും ഭണ്ഡാരങ്ങളും പാമ്പൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ ഇതിൽ കുറേ നടന്നിട്ട് ഉള്ളിൽ കുറേ മരങ്ങൾ തന്നെ ഉള്ളൂ. ധൈര്യമായിട്ട് നടക്കാമെന്നാണ് പറഞ്ഞത്. പാമ്പൊന്നുമില്ല. പിന്നെ ഇത് മൊത്തത്തിൽ കാണുമ്പോൾ നല്ല കുളിർമയാണ് ഇവിടെ എത്തുമ്പോൾ. ഈ സ്ഥലത്ത് എത്തുമ്പോൾ അല്ലെങ്കിലും കാടുള്ള സ്ഥലങ്ങളെ കുളിർമയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ കല്മേ ക്ഷേത്രമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഇരിങ്ങോൾ കാവും ഇതാണ് ഇവിടുത്തെ കല്മേ ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു ജെയിൻ ടെമ്പിളായിരുന്നാണ് പറഞ്ഞത്. ഈ കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ഷേത്രം അത്രേ ഉള്ളൂ. ആ കല്ലെങ്ങനെ ഇരിക്കണമെന്ന് അത് ബാലൻസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 2 കാര്യങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളത്. അപ്പോൾ ഈ ഇരിങ്ങോൾ കാവ് നമുക്കൊന്ന് കാണാൻ വേണ്ടി ഇവിടെ വന്നത്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് കൃഷ്ണനെ കൊല്ലാൻ കംസൻ ചെന്നപ്പോൾ കൃഷ്ണൻ അന്ന് കൊച്ചായിരുന്നല്ലോ, കുഞ്ഞിൻ്റെ കൃഷ്ണൻ്റെ ഇത് മാറ്റിയിട്ട് അവിടെ ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് പെൺകുഞ്ഞ് കിടന്നത് ഈ ദുർഗാദേവിയാണ് പോലും. എന്നിട്ട് അതൊരു കോസ്മിക് എനർജി ആയിട്ട് മാറി ഈ കാവിൽ വന്ന് കുടിയേറിയെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു ഐതിഹ്യമാണ്. അങ്ങനെ കുടിയേറിയ കാവ് പിന്നെ ഇരിങ്ങോൾ കാവായിട്ട് മാറി. അന്ന് ഈ ഒരു ക്ഷേത്രവും കാവൊക്കെ പണ്ടത്തെ നാട്ടിൽ കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കാണിച്ച ആ കാവ് ഇങ്ങനെ എക്സ്റ്റൻ്റായിട്ട് പോകും. കുറേ ഏക്കറണക്കിന് കുഴപ്പമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു കനാലിൽ നമ്മൾ കണ്ടല്ലോ, ഈ കനാലിൽ ഇപ്പോൾ തീരെ വെള്ളമില്ല. ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഭൂതാങ്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം വരുമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ പക്ഷികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഇപ്പോൾ അടുത്ത അത് ഷൂട്ടിങ്ങുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വർഷത്തിലൊരിക്കലും ഒരു ഉത്സവമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വലിയൊരു കുളമുണ്ട്. കുളത്തിൽ സമ്മറിൽ പോലും വെള്ളം വറ്റാറില്ല എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ പണ്ടത്തെ ഒരു കാവും കുളവും അമ്പലവും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ കാണാൻ പോലും കിട്ടില്ല. എനിക്ക് കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് അധികം ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ കാണാത്തയാണെങ്കിൽ വന്ന് കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ കുറച്ച് കാടും കുറച്ച് മൃഗങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പറഞ്ഞത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണാറില്ല, അവർ പതുങ്ങിയിരിക്കുകയായിരിക്കാം. എന്തായാലും റെപ്റ്റൈൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നതും റെപ്റ്റൈൽസ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പാമ്പൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന സപ്പോട്ട മരമായിരുന്നു. ഇരിങ്ങോൾ കാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും മരത്തെ എന്തെങ്കിലും മുറിച്ചുകൊണ്ട് കഴിഞ്ഞാലും അതുകൊണ്ട് ഒരു ഗതിയും പിടിക്കില്ല, അത് വീടത്തില്ല, അങ്ങനെയുള്ള ഓരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. എന്താണോ അതുകൊണ്ട് ഇവിടെ തടിയൊക്കെ അവിടെ മനോഹരമായിട്ട് നിൽപ്പുണ്ട്. ആരും ഇതിൻ്റെ ഉള്ളിൽ നിന്നും ചില്ല പോലും എടുക്കാറില്ല. അതെന്തായാലും ഐതിഹ്യമാണെങ്കിലും എന്ത് ഐതിഹ്യപരമായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അന്ധവിശ്വാസപരമായിട്ടായാലും അങ്ങനെ ഒരു സംഭവമുള്ള കാരണം ഇപ്പോൾ ഈ കാടൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ധാരാളം വള്ളികൾ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ മുറിച്ചത് പുല്ലാനിയാന്ന് തോന്നുന്നു. ഇത് മുറിച്ച് കഴിഞ്ഞാൽ വെള്ളം വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാവ് കാണുമ്പോൾ ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. അത് ഞാൻ പിന്നെ പാടാം. ഇതൊരു കാറ് അതിദാരുണമായി നശിക്കപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ പാട്ടങ്ങ് പാടിയേക്കാം. കദളി വനങ്ങൾ കരികിലല്ലോ കടത്ത നാടൻ കളരി അന്ന് ഇവർ 5 മണിക്ക് തുറക്കുന്നു പറഞ്ഞിട്ട് 5 മണിക്ക് തുറക്കണല്ലോ. ഇവർ പറഞ്ഞാൽ 5:30 ആവുമെന്ന് പറഞ്ഞത്. 5:30 വരെ കാത്തു നിൽക്കാൻ എനിക്ക് സൗകര്യമില്ലാത്ത കാരണം ഞാൻ തിരിച്ചു പോവാണ്. മറ്റൊരു അവസരത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ വന്ന സമയം കൊടുത്തിട്ടിപ്പോൾ ഇവിടെ 5 മണി തൊട്ട് 8 മണി വരെയുള്ളൂ. വൈകുന്നേരം തുറക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം തിരിച്ചു പോവുകയാണ്. മറ്റൊരു അവസരത്തിൽ കാണാം.